ഏതെല്ലാം രീതിയിലാണ് സാർ ലേൺ ചെയ്തിരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ അന്ന് ബിസിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഉള്ള സിനിമയല്ല ഇന്ന്. അപ്പോൾ ഇനിയൊരു വലിയൊരു മാറ്റം മലയാള സിനിമയിൽ സംഭവിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2010 എന്ന് പറഞ്ഞ വർഷം നമുക്കറിയാം, ഇന്ന് കാണുന്ന ഇന്നത്തെ ഹീറോസ് എല്ലാവരും ആ ഒരു വർഷമാണ്. അല്ല, അത് അതെങ്ങനെ സാറിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതെ. അല്ല, നമ്മളിതൊക്കെ കാണുന്നതാണല്ലോ. ബിക്കോസ് ഈവൻ നമ്മുടെ മുമ്പ്, ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. നസീർ സാറും മധു സാറും സത്യനും. അപ്പോൾ എന്ന് പറയുമ്പോൾ എയിലൊരു സിനിമ വന്ന് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ വന്ന് അത് നല്ലതാണ്, ചീത്തയാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞു വരുന്നൊരു മൗത്ത് ടോക്ക് ഉണ്ടായിരുന്നു. ആ മൗത്ത് ടോക്ക് പിന്നീട് നല്ലതാണെങ്കിൽ BNCയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അന്ന് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആഗ്രഹം അഭിനയിക്കുന്ന സമയത്ത് അന്നൊന്നും ഞാനെക്കുറിച്ച് ചിന്തിച്ചു. ബ്രേക്ക് എടുത്ത സമയത്താണ് കുറച്ചൊരു ബ്രേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് സംവിധാനം ചെയ്തുകൂടാ? നമ്മൾ എത്രയോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ട്, അല്ല നമുക്ക് അന്നല്ല. പക്ഷേ ഈ പറയുന്ന ഈ ലാലേട്ടൻ മമ്മൂക്കയെ വെച്ചിട്ടൊക്കെ ഇപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആർക്കും ആഗ്രഹമില്ല. മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ നടൻ ശങ്കറാണ് കൂടെ ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എറിക് റിലീസാവാൻ പോകുന്നു അല്ലേ? അപ്പോൾ എറിക്കിൻ്റെ ഒരു ട്രെയിലറും പിന്നെ ഇതൊരു പ്രൊമോ സോങ്ങും ഒക്കെ ഇറങ്ങിയിട്ടിട്ട് എനിക്ക് തോന്നുന്നു സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എന്താണ് എറിക്കിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്? ഇത് ഒരു ഹൊറർ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കഥ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇത് സ്കോട്ട്ലൻഡിൽ നടന്നൊരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുള്ളി അതിൻ്റെ ഒരു ഇത് വിവരിച്ചു. ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാവുന്നു, പിന്നെ ആദ്യം ഉള്ളതിനെ തള്ളിക്കളയുന്നതും, പിന്നെ പിന്നീട് അതിലെന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളതിനെ അന്വേഷിച്ച് പോകുന്നതും, അങ്ങനെ പോകുമ്പോൾ അതിലൂടെ കണ്ടെത്തുന്ന കുറേ സംഭവങ്ങളും അതെങ്ങനെ അവളുടെ ലൈഫിനെ ബാധിക്കുന്നു, അതെങ്ങനെ എൻഡാവുന്നു എന്നുള്ളതാണ് ആ ഒരു കഥ പറഞ്ഞത്. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് പറ്റില്ലല്ലോ. നമുക്ക് അതിൻ്റെ ഒരു നക്ഷൽ മാത്രം എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പേരിരുന്ന് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ഫോറിൻ കൺട്രിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്റ്റോറി അങ്ങനെയാണ്. അപ്പോൾ അത് വന്നപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളായി. ബിക്കോസ് ഇതൊരു ഫോറിൻ കൺട്രിയിൽ പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് അതിൻ്റെ ഒരുപാട് പ്രോസസ്സിങ്, വിസ പ്രോസസ്സിങ്, ആർട്ടിസ്റ്റുകളുടെ, ടെക്നീഷ്യൻസിൻ്റെ, അതല്ലാത്ത അവിടുത്തെ വെതർ, ഇതൊക്കെ ഒരു പ്രോബ്ലമായിട്ട് വന്നു. എന്നാലും ഞാൻ ലണ്ടനാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ ഓൾറെഡി ദുബായിലൊരു സിനിമ ചെയ്തിരുന്നു, മണൽ നഗരം എന്ന് പറഞ്ഞിട്ട്, സാൻഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തിരുന്നു ആ സിനിമ. അപ്പോൾ ഞാൻ വെച്ചത് വേറെ ലൊക്കേഷൻ പിടിക്കാമെന്ന്. അയാൾ ദുബായി വെച്ചാണ് കഥ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേറൊരു ലൊക്കേഷൻ പിടിക്കാം. അങ്ങനെ പല ലൊക്കേഷൻസും ആലോചിച്ചപ്പോൾ ഞാൻ ലണ്ടൻ സെലക്ട് ചെയ്തു. അങ്ങനെ ലണ്ടൻ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ലൊക്കേഷൻസ് കാണുകയും പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നി. ഔട്ട്ഡോർ എടുക്കാൻ പ്രശ്നമല്ല, അത് നമുക്ക് ചില പെർമിഷൻസും കാര്യം. പക്ഷേ ഇൻഡോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫ്. ബിക്കോസ് ഈ സിനിമയിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു 2 സെറ്റ് ഇട്ടു, UK സെറ്റുകൾ. ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്ന ലണ്ടനിൽ തന്നെയാണ്. ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻസ് ഇല്ല. പിന്നെ എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ 23 days ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര എക്സ്പെൻസീവായി. അതല്ലാതെ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വിസ പ്രോസസ്സിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എല്ലാവർക്കും വിസ കിട്ടില്ല. അപ്പോൾ വിസ ഉള്ളവർക്ക് അവരെ നോക്കി കണ്ടെത്തി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. നമ്മൾ സെറ്റ് ഇടുമ്പോൾ എന്താ ഗുണം വെച്ചാൽ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. മറ്റത് അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലം ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച ടൈമിൽ തീർക്കാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. പക്ഷേ അത് സിനിമയ്ക്ക് അത് നല്ലൊരു റിച്ച്നെസ് കൊണ്ടുവന്നിട്ടുണ്ട്.
നമ്മൾ സെറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ആർട്ട് ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. എനിക്ക് സാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ട്രെയിലറിൽ ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഡയറക്ഷൻ ഇതൊക്കെ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ബിക്കോസ് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് മുമ്പ് ചെയ്ത ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ ഗസ്റ്റേ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാനൊന്നും ഫുൾ ലെങ്ത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാനൊരു സോങ്ങിൽ മാത്രം വരുന്നുണ്ട്. ആ ഒരു സോങ് ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ അതിൽ നമ്മൾ കുറേ നാളുകളായി അങ്ങനെ ഒരു സോങ് പ്രതീക്ഷിച്ചിട്ടില്ല. അത് എന്താണ് ആ ഒരു സോങ്? പണ്ട് സാറ് ഒരുപാട് പാടി അഭിനയിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ അതൊക്കെ മെമ്മറീസ് ഒക്കെ സോങ് നല്ലൊരു സോങ്ങാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് അഭിനയിക്കണമെന്നൊന്നും വിചാരിച്ചല്ല. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു, ശങ്കർ എത്രയോ സിനിമയിൽ പാട്ടുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളല്ലേ, എത്രയോ ഹിറ്റ് ഗാനങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അഭിനയിക്കൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ടൈറ്റിൽ സോങ്ങാണ്, അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ശരിക്കും 79 ആദ്യമായിട്ട് അഭിനയിക്കണം അല്ല ശരപഞ്ചര, അത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് ഒരു സിനിമയിൽ വന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്ക് ഇത്രയും വർഷത്തെ ഒരു ലേണിങ്, ഒരു നടനായിട്ടും സംവിധായകനായിട്ടൊക്കെ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് സാർ ലേൺ ചെയ്തിരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ അന്ന് ബിസിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഉള്ള സിനിമയല്ല ഇന്ന്. അന്ന് അറിയാമല്ലോ, അതിൻ്റെ ഫെസിലിറ്റീസ് അറിയാം, നമുക്ക് എന്ത് ഫെസിലിറ്റീസ് കിട്ടും. ഒരു സിനിമ 15-20 ദിവസം കൊണ്ട് തീർക്കും. എത്ര വലിയ കുറച്ച് വലിയ സിനിമകൾ മാത്രമേ, ഇപ്പോൾ പടയോട്ടം അല്ലെങ്കിൽ ഹിമം അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചില്ല. പല ഷെഡ്യൂൾസ്, അത് കുറച്ച് സമയമെടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളാണ്. കാശ്മീറും അവിടെയും ഇവിടെയൊക്കെ കുറേ ലൊക്കേഷൻസിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ് ഹിമം. ജോഷി സാറ് ഡയറക്ടർ, നസീർ സാറും അഭിനയിച്ച സിനിമയാണ്. ഷാനവാസും ഞാനും അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ പടയോട്ടം അങ്ങനെയുള്ള ബാക്കി സിനിമകളൊക്കെ നമ്മളൊരു 10-12 ദിവസം പോവും, അഭിനയിക്കും, നമ്മുടെ വർക്ക് തീരും, നമ്മൾ അടുത്ത പടത്തിലേക്ക് പോവും. അതൊക്കെ 15-20 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമ. ഇന്ന് അതല്ലല്ലോ. ഇന്ന് ഒരു സിനിമ തീർക്കണമെങ്കിൽ, ബിക്കോസ് ആ സിസ്റ്റം മാറി. ഇപ്പോൾ പണ്ട് കാരവാനില്ല, കാരവാനായി. അപ്പോൾ ആ സിസ്റ്റം മാറി വന്നപ്പോൾ സിനിമ പെട്ടെന്ന് ഒരു 20-25 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം സിനിമകളും ഒരു സമയം എടുത്തിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഫിലിം നിന്ന് മാറി ഡിജിറ്റലാകുമ്പോൾ ശരിക്കും എളുപ്പമാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് ഭയങ്കര വലുതായതുകൊണ്ട് സിനിമ അങ്ങനെയായി. സിനിമയുടെ ബഡ്ജറ്റ് മാറി. അന്നൊക്കെ നമുക്കൊരു മിനിമം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബഡ്ജറ്റൊക്കെ ഇന്ന് മാറി. പിന്നെ അന്ന് ഒരു ദിവസമൊക്കെ നിങ്ങൾ 3 സിനിമകളിൽ വരെ നിങ്ങൾ എല്ലാവരും അഭിനയിക്കുന്ന ഒരു കാര്യം. ഇന്ന് പക്ഷേ കഴിയുന്നത് ഹീറോസൊക്കെ ഒരു സിനിമയാണെങ്കിൽ ആ ഒരു സിനിമ മാത്രം ചെയ്തിട്ട് ശരിക്കും 2-3 ഹീറോസൊക്കെ കാണും. അല്ലാത്ത സിനിമകളുണ്ട്, ഹീറോ ആവുന്ന സിനിമകളും ഉണ്ട്. അതിന് ചിലപ്പോൾ ഒരു 15-16 ദിവസം ഡേറ്റ് കാണും, മറ്റേത് 10-12 ദിവസം കാണും. അതുകൊണ്ട് എനിക്കൊക്കെ ഒരു 10-200 സിനിമകളിൽ പെട്ടെന്ന് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് ചേഞ്ചസ് ഇപ്പം ഉണ്ട്. ബിക്കോസ് നമ്മുടെ ടോട്ടൽ പ്രോസസ്സ് മാറിപ്പോയി. പ്രോസസ്സ് മാറുമ്പോൾ എന്താ വെച്ചാൽ നമുക്കതിൻ്റെ കൂടെ പോയേ പറ്റുള്ളൂ. നമുക്കായിട്ടൊരു സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ആ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിലേ വരുന്നുണ്ട്. ഓരോ എല്ലാം അതിന് അത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇപ്പോൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ സാർ പറഞ്ഞു, ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണോ ഇപ്പോഴത്തെ ഒരു അതിനനുസരിച്ച് അത് ഫ്ലോയിൽ പോവുകയാണെന്ന് പറഞ്ഞു. പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ സാറിന് ഓർമ്മ ഉണ്ടെന്ന് 2009 സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സാറ് പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ ഇനി ഒരു വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. 80 എന്ന് പറയുന്ന ഒരു വർഷം ഞങ്ങൾ കുറേ പേര് വന്നു, പിന്നെ ഞങ്ങൾ തന്നെയായിരുന്നു കുറേ കാലം. അപ്പോൾ മലയാള സിനിമ എപ്പോഴും ഒരു ഗ്യാപ്പിട്ടാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അന്ന് ഋതു എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി നിൽക്കുന്ന സമയം, അപ്പോൾ സാർ തന്നെ പറഞ്ഞു ഋതു എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മമ്മൂക്കയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പുതിയ ആളുകളെ. അപ്പോൾ ഇനിയൊരു വലിയൊരു മാറ്റം മലയാള സിനിമയിൽ സംഭവിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2010 എന്ന് പറഞ്ഞ വർഷം നമുക്കറിയാം, ഇന്ന് കാണുന്ന ഇന്നത്തെ ഹീറോസ് എല്ലാവരും ആ ഒരു വർഷമാണ്. അതെങ്ങനെ സാറിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതെ, അല്ല നമ്മളിതൊക്കെ കാണുന്നതാണല്ലോ. ബിക്കോസ് ഈവൻ നമ്മുടെ മുമ്പ് ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. നസീർ സാറും മധു സാറും സത്യൻ സാറും പിന്നെ അതുപോലെ ഒരുപാട് ആക്ടേഴ്സ്. അപ്പോൾ നസീർ സാറും സത്യൻ സാറും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മധു സാറ് വന്നു. പിന്നെ അങ്ങോട്ട് കുറേ ആക്ടേഴ്സ് വന്നു. ഒന്ന് വിൻസെൻ്റ് വന്നു, പിന്നെ സുധീർ വന്നു, രാഘവൻ വന്നു, പിന്നെ മോഹൻ ശർമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേഞ്ചസ് സിനിമയിൽ വരുന്നു. പക്ഷെ ഒരു കാലഘട്ടം ഞാൻ പറയുന്ന ആ ഒരു സമയത്ത് നസീർ സാറിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മളൊക്കെ നസീർ സാറിൻ്റെ ഫാൻസായിരുന്നു.
നസീർ സാറിൻ്റെ സിനിമകൾ എന്ന് വെച്ചാൽ അന്നത്തെ കമേഴ്ഷ്യൽ സിനിമയാണ്. പാട്ട്, ഹ്യൂമർ, സ്റ്റണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ നസീർ സാറിൻ്റെ സിനിമയിലാണ് കൂടുതൽ കാണാൻ പറ്റുക. സത്യൻ സാറ് വേറൊരു ലെവൽ. പിന്നെ സത്യൻ സാറ് നമ്മളെയൊക്കെ വിട്ട് വേഗം പോയി. അതുകൊണ്ട് പിന്നെ നസീർ സാറും മധു സാറൊക്കെ സിനിമ. പക്ഷേ ഒരു ടൈം ഉണ്ടായിരുന്നു ഒരു ചേഞ്ച് വന്നത്. പക്ഷെ അത് ആ ടൈം അത്ര നിന്നില്ല. ആർക്കും ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ വന്നതാണ് വേറൊരു ടൈം വന്നു, കമലഹാസൻ വന്നു, രവികുമാർ വന്നു, ഇങ്ങനെ കുറേ ആക്ടേഴ്സ് വന്നു. MG സോമേട്ടനും സുകുമാരനൊക്കെ കുറേ കാലം നിന്നു. അവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ശൈലിയും അതിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നെ വരുന്നതാണ് ഞങ്ങളുടെ. അപ്പം നമ്മളൊരു 10-15-16 വർഷം ഞാനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. അതിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും അവർ കണ്ടിന്യൂ ചെയ്തു. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കയറി വന്നു. അത് സിനിമയിൽ അത് സംഭവിക്കും. പക്ഷേ എപ്പോഴും ഒരു സ്റ്റെപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇനിയും മാറ്റങ്ങൾ വരും സിനിമയിൽ. സിനിമ ഇനി പണ്ടത്തെ മാതിരിയല്ല. ഇനി പക്ഷേ മാറ്റങ്ങൾ പെട്ടെന്ന് വരും. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ സിനിമ അതിനൊരു ഇനീഷ്യൽ കളക്ഷൻ വരുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. വലിയ വലിയ ആക്ടേഴ്സിൻ്റെ അതുപോലെ പബ്ലിസിറ്റി ചെയ്തും അതുപോലെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ആ സിനിമകളൊക്കെ വരുന്നത്. പക്ഷേ സിനിമ നല്ലതല്ലെങ്കിൽ ആ സിനിമയൊക്കെ താഴെ പോകുന്നുമുണ്ട്. അതല്ലാതെ ഇപ്പോൾ ചെറിയ ആൾക്കാർ അത് പണ്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിച്ച ആദ്യത്തെ 2 പടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരു തലൈരാഗം 365 ദിവസം ഓടി, മഞ്ഞളെറിഞ്ഞ പൂക്കളിൽ 250 ദിവസം ഓടി. പക്ഷേ ഇന്നും ആ സിറ്റുവേഷൻ തന്നെയാണ്. സിനിമ നല്ലതാണെങ്കിൽ, നമ്മൾ നല്ല സിനിമയാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടണം. അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കയറിപ്പോവും. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ സിനിമകളുണ്ട് വലിയ ആക്ടേഴ്സ് ഇല്ലാതെ ഹിറ്റാവുന്ന സിനിമകൾ. റിസ്ക് ഇപ്പോൾ ശരിക്കും ഭയങ്കര കൂടുതലല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും റവന്യൂ ഭയങ്കരമായിട്ട് കൂടി. ഇടക്കാലത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ ഫീൽ ചെയ്തത്, പണ്ട് നമുക്ക് ABC എന്ന് പറയുന്ന അങ്ങനെയില്ല. അപ്പോൾ A എന്ന് പറയുമ്പോൾ Aയിലൊരു സിനിമ വന്ന് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ വന്ന് അത് നല്ലതാണ്, ചീത്തയാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞു വരുന്നൊരു മൗത്ത് ടോക്ക് ഉണ്ടായിരുന്നു. ആ മൗത്ത് ടോക്ക് പിന്നീട് നല്ലതാണെങ്കിൽ BNCയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. BNCയിൽ സിനിമ പല സിനിമകളും എയിൽ പരാജയപ്പെടുന്നു, ബിയിലും എൻ്റെ ചേക്കേറാനൊരു ചില്ല എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, എൻ്റെ ബ്രദർ ഞാനും കസിനൊക്കെ കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത ആ സിനിമ A സെൻറ്ററിൽ ഫെയിലിയർ ആയിരുന്നു. പക്ഷെ BNCയിൽ ബമ്പർ കളക്ഷനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നഷ്ടമല്ല ആ ഒരു സിനിമ? ഞങ്ങൾക്ക് നഷ്ടമല്ല. അത് എല്ലാ BNCയിൽ 25, 50, 60 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട് സിനിമ. പക്ഷെ A സെൻറ്ററിൽ അത് മേ ബി അതിൻ്റെ ടൈറ്റിലായിരിക്കാം, അതെന്തോ ഒരു ആർട്ട് ഫിലിമാണെന്ന് വിചാരിച്ച് കാണാം, അതെന്തോ അത്ര സക്സസ് ആയില്ല അവിടെ. അപ്പോൾ ഇന്നത് നടക്കുന്നില്ല. ഇന്ന് എന്താ വെച്ചാൽ വൈഡ് റിലീസാണ്. മോശമായാൽ അപ്പോൾ തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുന്നത്. സാറ്റലൈറ്റ് പോലും എടുക്കുന്നില്ല. OTT പോകുന്നില്ല. ഇപ്പോൾ ഷെയറിങ് എന്ന് പറയുന്നതിലേക്കൊക്കെ വന്നു കഴിഞ്ഞു OTT. പിന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സെൻട്രൽ റിലീസാകുമ്പോൾ ഒരു മൗത്ത് ടോക്കിന് വഴി. പക്ഷേ ഒരു ചെറിയ ഗുണങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഓൺലൈൻ മീഡിയ വളരെ വലുതായി. അപ്പോൾ അവരുടെ ത്രൂ തന്നെ, ബിക്കോസ് ഇപ്പം ഞാൻ UK-യിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മുടെ ഒരു സിനിമ ഇറങ്ങി, വലിയ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നുമുള്ള സിനിമയല്ല, യങ്സ്റ്റേഴ്സ് അഭിനയിച്ച ആ സിനിമ അവിടെ ഇറങ്ങി UK-യിൽ ഒരേ സമയത്ത്. പക്ഷെ അത് ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് ഓൺലൈൻ അതിൻ്റെ ഒരു ചർച്ച വന്നു. ആൾക്കാരത് ഒരുപാട് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഈ നമ്മൾ പറയുന്ന മാതിരി യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആണല്ലോ കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ എന്താ പറയുന്ന ആ ഒരു അഭിപ്രായം പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാവും. പക്ഷെ തിയേറ്ററുകാർ അതിന് വെയിറ്റ് ചെയ്യണം. ആ സിനിമ നല്ലതാണെന്നറിഞ്ഞ് പുഷ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു സമയം തന്നാൽ അത് രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ന് സിനിമകളുടെ എണ്ണം കൂടുതൽ. ഒരു ആഴ്ച, ഒരു വെള്ളിയാഴ്ച 7 സിനിമ 8 സിനിമ ഇറങ്ങുന്നത്. അടുത്ത ആഴ്ച വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ആഴ്ച ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൂ, ഒരു വലിയ സ്പേസ് ഉള്ളൂ. പക്ഷെ എന്നാൽ സിനിമ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതിനെന്തെങ്കിലും ഒരു കൺട്രോൾ വരുത്താൻ അതൊന്നും നടക്കില്ല. ബിക്കോസ് ഇതൊരു ബിസിനസ്സാണ്, മനസ്സിലായി. അപ്പോൾ അത് ഞാൻ എടുക്കേണ്ടെന്ന് ആരോടും പറയാൻ എടുത്ത് പോകുമ്പോൾ ഞാൻ ഫെയിലിയർ ആവുമോ ഒരു സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഫെയിലിയർ ആവും, ചിലപ്പോൾ സക്സസ് ആവാം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്, അവരെടുക്കുന്നുണ്ട്. പടങ്ങൾ ചിലത് ഓടുന്നുണ്ട്. എത്ര പടങ്ങൾ ഓടുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ സാറ് ഡയറക്ഷൻ എന്നുള്ള ഒരു ഇപ്പോൾ ഡയറക്ഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലെ? ഇടയ്ക്ക് അല്ല, അഭിനയിക്കാൻ അതുകൊണ്ടല്ല, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഒരു 3-4 പടം ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. മണൽ നഗരം തിരക്കടില്ലാതെ റിവ്യൂസൊക്കെ വന്ന് തമിഴ്നാട്ടിൽ തിരക്കടില്ലാതെ ബിസിനസ്സൊക്കെ ആയ സിനിമ. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കഥ വന്ന് പറഞ്ഞത്. എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്ക്, അപ്പോൾ പിന്നെ അതിൽ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ആഗ്രഹം പണ്ട് അഭിനയിക്കുന്ന സമയത്ത് അന്ന് വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു ഒറ്റയടിക്ക് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സ്റ്റാർട്ടിലേക്ക് എത്തി. അതെ, അന്ന് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആഗ്രഹം അഭിനയിക്കുന്ന സമയത്ത് അന്നൊന്നും ഞാനെ കുറിച്ച് ചിന്തിച്ചു. ബ്രേക്ക് എടുത്ത സമയത്താണ് കുറച്ചൊരു ബ്രേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് സംവിധാനം ചെയ്തുകൂടാ? നമ്മൾ എത്രയോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ട്, അല്ല നമുക്ക് അന്നല്ല, എന്നാലും നമ്മളൊരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നിട്ട് ഇപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വെച്ച് ഒരു 50 മിനിറ്റ്സ് വരുന്ന കാട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ആണ് ഞാൻ പിന്നെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന വൈറസ്. അതൊരു ചെറിയ പടമായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതിൽ പല ഘടകങ്ങളുണ്ട്. അത് ഇറങ്ങുന്ന സമയം, അതിൻ്റെ പിന്നിൽ അത് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാ കാര്യങ്ങളും ഇറങ്ങുന്ന സമയം വലിയൊരു കാര്യമാണ്. അപ്പോൾ എറിക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, കുറച്ചും കൂടി വിഷ്വലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ ജോഷി സാറിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കഴിഞ്ഞ ഒരു വർഷം 9 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വ സാർ ഒരുപാട് പേരുണ്ട്, PG വിശ്വനാഥൻ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയൊരു ലേണിംഗ് ഇന്ന് ഏതെല്ലാം രീതിയിലാണ് അത് പ്രാക്ടിക്കലി അവരൊക്കെ ഓർക്കുന്നത്? എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില ഡയറക്ടേഴ്സ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ജോഷിയേട്ടൻ, പിന്നെ അതുപോലെ IV ശശി, ഹരിഹരൻ സാറ്, പിന്നെ അതുപോലെ പല ഡയറക്ടേഴ്സ്, ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന രീതികൾ നോട്ട് ചെയ്യും. പക്ഷെ അന്ന് ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഇല്ല. എന്നാലും ജോഷിയേട്ടൻ്റെ പടമായാലും അവരെയൊക്കെ ഒരു പടങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ട് ഫാസിൽ, പാച്ചിക്കയുടെ പടങ്ങൾ, അപ്പോൾ ഇതൊക്കെയായിരിക്കും എൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടിയും എക്സ്പെരിമെൻ്റൽ ആവാം, കുറച്ചും കൂടിയും കുറേ കാര്യങ്ങൾ പഠിക്കാൻ തോന്നി. അങ്ങനെയാണ് പഠിക്കും. ഇപ്പോൾ ഈ രണ്ടാമതൊരു തിരിച്ചുവരവ് നടന്നത് കിഴക്കണൊരു പക്ഷി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അപ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊരു വില്ലനായിട്ട് വന്നത് അത് വിജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിലോട്ട് പോകുമായിരുന്നു. അത് വിജയിച്ചില്ല. അഭിമന്യു അങ്ങനെ വിചാരിച്ച പോലെ ഏറ്റില്ല. അപ്പോഴാണ് അഭിമന്യു ഏറ്റു. പക്ഷെ എൻ്റെ ക്യാരക്ടർ സാറിന് അതൊരു സിനിമ വിജയമായിരുന്നെങ്കിൽ എനിക്ക് സാറിന് അതൊരു ഉദ്ദേശിച്ച ലെവലിലോട്ടുള്ള ഒരു അവിടെ നിന്നൊക്കെയാണ് ഞാൻ പിന്നെ സിനിമയൊക്കെ കുറച്ച് മാറാം. പക്ഷെ അതിനുശേഷം സാർ പിന്നെ ഡയറക്ഷനിലോട്ട് പ്ലാൻ ചെയ്തു, സുരേഷ് ഗോപി വെച്ച് അതിനുവേണ്ടി വർഷങ്ങൾ മാറ്റി വെച്ചു. അത് നടന്നില്ല. അന്ന് ചിലപ്പോൾ കുറച്ചും കൂടി സുരേഷ് ഗോപി എനിക്ക് ഡേറ്റ് ഒക്കെ തന്നു. കഥ വേറെ സിനിമയായിട്ട് സാമ്യം വന്നുകൊണ്ട് സബ്ജക്റ്റ് വേറെ ഇതുമായിട്ട് സാമ്യം വന്നു. പിന്നെ വേറൊന്ന് എഴുതി നമുക്കൊരു കോൺഫിഡൻസ് വരണ്ടേ. സാർ തന്നെയാണോ എഴുതിയതും? അല്ല, അത് വേറെ എഴുതിയത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 90s ആയി കഴിഞ്ഞപ്പോൾ PG വിശ്വനാഥൻ സാറിനെ പോലുള്ളവരൊക്കെ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ജനറേഷൻ വന്ന് ജയറാം, മുകേഷ് ഇവരെ വെച്ചിട്ടുള്ള ചെറിയ സിനിമകളിലോട്ട് മാറി. സിനിമ വേറൊരു രീതിയിലോട്ട് മാറി. 80s കഴിഞ്ഞാൽ 90s എത്തിയപ്പോൾ വേറെ സിനിമകളിലോട്ട് മാറി. അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിൽ സാറിന് വേറൊരു രീതിയിൽ ഒരിക്കലും ഓർഗനൈസ് ചെയ്യാൻ, ഞാൻ പറഞ്ഞ സാർ ഒരു സിനിമ ഓർഗനൈസ് ചെയ്യാൻ അങ്ങനെ ശ്രമങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ നമ്മളെപ്പോഴും ഒരു പാട്ടുപാടി നടക്കുക, അങ്ങനെ റൊമാൻസ് ഒക്കെ കളിച്ചത്. അപ്പം അന്ന് മാറണമെന്ന് എനിക്കൊരു വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് സൂര്യവനം എന്ന് പറയുന്ന ഒരു കഥ പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നപ്പോൾ ശരി എന്നാൽ നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സിനിമയിലേക്ക് കയറി. ആ പടം ഫ്ലോപ്പൊന്നുമല്ല, പടം തിരക്കടില്ലാതെ ഒരു ആക്ഷൻ മൂവിയായിരുന്നു. അത് ബിസിനസ്സൊക്കെ ആയി അങ്ങനെ നടന്നു. അപ്പോൾ പിന്നെ അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഭദ്ര എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫയർ എന്ന് പറഞ്ഞാൽ മുരളിച്ചേട്ടന് ഞാൻ കൂടെയൊക്കെ ഒരു പടം ചെയ്തു. പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസ് നമുക്കവിടെ കിട്ടുന്നില്ല. സാറ് ഇതൊക്കെ സാറിന് വന്നു ചേർന്നത് തന്നെയാണോ? സാർ ഒരു കരിയർ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല? എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും വന്ന് അങ്ങനെ കഥ പറയും. അല്ല, ഇന്നത്തെ ഹീറോസ് നമ്മൾ കാണാം, കുറച്ച് സിനിമകൾ കഴിയുമ്പോൾ പിന്നെ അവരൊരു ടീം ഉണ്ടാക്കണം. ഒരു 10 വർഷമായിട്ടാണ് അതൊക്കെ കൂടുതൽ വന്നിരിക്കുന്നത്.
അന്നൊന്നും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ബിക്കോസ് ഇത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യമല്ല. പിന്നീട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ഇപ്പൊ പിന്നെ സാർ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് ഉണ്ടാവും. ബിക്കോസ് ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സായി ഡിസ്ട്രിബ്യൂട്ടേഴ്സായി എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ നേട്ടങ്ങൾ സാർ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഏറ്റവും ഒരു നേട്ടം എന്ന് ചോദിച്ചാൽ ഏതായാലും അതേപോലെ തന്നെ നഷ്ടം, ചിലപ്പോൾ നഷ്ടങ്ങളും വന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, പല കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ സിനിമകളായിരിക്കാം, അതുപോലെ തന്നെ നേട്ടങ്ങളും, അങ്ങനെ ഏതെങ്കിലും ഒരു നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സിനിമയിൽ വരുമ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇത്രയും വലിയൊരു സ്റ്റാർ ആവുക സമയത്ത്. അതും ഫസ്റ്റ് പടം മഞ്ഞിൽ കഴിഞ്ഞ പൂക്കളുക. അപ്പോൾ അതൊക്കെ നമ്മുടെ നേട്ടങ്ങളാണ്, നമുക്ക് നമ്മൾ വിചാരിക്കാതെ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമുക്കൊരു ഡൗൺഫോൾ വരുമ്പോഴും വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്, അല്ലേ? നമുക്കത് കറക്റ്റായിട്ട് ഓക്കെ ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു സക്സസ് ഉണ്ടായി, ഇനി ഫെയിലിയേഴ്സ് വരുന്നുണ്ട്, അപ്പം നമ്മൾ അതിനെ ഫേസ് ചെയ്ത് പോവുക. പക്ഷേ സിനിമയെ എനിക്ക് അറിയുള്ളൂ, അതുകൊണ്ടാണ് സിനിമയിൽ ഇന്നും എന്തെങ്കിലും രീതിയിൽ സിനിമകൾ ചെയ്തു. ഈ നിലനിൽക്കുക, ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോഴും നമ്മൾ ലൈം ലൈറ്റിലുണ്ട്, നമ്മളെ ആൾക്കാർക്ക് നമ്മളെ ഇന്നും ഇഷ്ടമാണ്. അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും നമ്മളോട് അവർ കാണുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹം വളരെ വലുതാണ്. ബിക്കോസ് അതൊക്കെ നമുക്ക് ഇന്നും കിട്ടുന്നുണ്ട്. അത് ബിക്കോസ് അത് നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളും അതേപോലെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും രീതിയിൽ ചെയ്തു വെച്ചതിന്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും. ഒരിക്കലും നഷ്ടങ്ങളെ കുറിച്ച് അങ്ങനെ ഞാൻ ഓർക്കാറില്ല. നേട്ടങ്ങളിൽ ഹാപ്പി ആയിട്ട് ഞാൻ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടന്നു പോകുന്നുണ്ട്. തമാശ പണ്ട് സാറ് തന്നെ പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരിക്കലും എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നില്ല, എന്നും ഒരുപോലെ എനിക്ക് ഒരിക്കലും അതൊരു ഭാഗ്യമാണെന്ന് പറയാം. ഇതുപോലെ സാർ തന്നെ പറയാണ്ട് പണ്ട് പൈസയൊക്കെ എടുത്ത് വയ്ക്കും, ചിലപ്പോൾ ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോകും. മുകേഷ് ചേട്ടനൊക്കെ സാർ തമാശ പറയാണ്ട്. ഒരു സൈഡിൽ സാറ് ഭയങ്കര ഒരു ശുദ്ധനാണ്, എല്ലാവരും വിശ്വസിക്കുന്നു എന്നൊരു കഥ നമ്മൾ കേൾക്കുന്നത്. ഇപ്പുറത്ത് സാറിന് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് പ്ലാനിങ്ങിൽ മാനേജ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ ഫാദറാണ് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും വലിയൊരു വീട് ചെന്നൈയിൽ കെട്ടിയത്. അതല്ല, പല ആളുകളും ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, പഴയ മഹാകാലന്മാർ ഒന്നും ഉണ്ടാക്കാതെ തകർന്നു പോകുന്നത്. പക്ഷെ സാർ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സൗഹൃദത്തിന് വലിയ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന സിനിമകൾ, നമ്മുടെ സുഹൃത്തുക്കൾ അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാം വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ ഒരുങ്ങും. അന്നത്തെ കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ആൾക്കാർ അവർക്ക് പകുതി പൈസ കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ചെക്ക് മടങ്ങും, അവരതിന് പ്രശ്നത്തിന് പോവാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് ജീവിതത്തിൽ പിന്നെ കിട്ടുന്ന ചെറിയ പൈസയായിരിക്കും. അപ്പോൾ പക്ഷേ സിനിമ ഞാൻ പറഞ്ഞു 90s ശേഷമാണ് ഇതെല്ലാം മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. റെമുനറേഷൻ മാറി, എല്ലാം മാറി. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവർ സേഫാണ്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സമയത്തും പൈസ കിട്ടിയിരുന്നു, അല്ല നമുക്ക് ചെറിയ പൈസ എന്ന് പറയാൻ പറ്റില്ല, അന്നത്തെ കിട്ടുന്ന വലിയ പൈസയാണ്. പക്ഷെ എന്നാലും ഞാനിവിടെ കേട്ടിട്ടുണ്ട്, അന്ന് കിട്ടുന്ന സാറിന് റെമ്യൂണറേഷന് മദ്രാസിൽ ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാൻ അന്ന് അത്രേ ഉള്ളൂ. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം അന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് സഹായിക്കും. ബിക്കോസ് അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. അത് തിരിച്ച് കിട്ടുമോ കിട്ടില്ലോ അതൊന്നും നമ്മൾ നോക്കാറില്ല. എന്നാലും നമ്മളന്ന് ഇത്രയും സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എറിക്ക് ഇപ്പോൾ ചെയ്ത സിനിമകളിലെല്ലാം പുതിയ ആളുകൾ അല്ലെങ്കിൽ യുവതാരങ്ങളെ വെച്ചിട്ടാണ്. ഈ പറഞ്ഞ പോലെ പണ്ട് സുരേഷ് ഗോപി വെച്ച് പ്ലാൻ ചെയ്തിരുന്നു, ഇന്നും നമുക്ക് ലാലേട്ടനായിട്ടൊരു സൗഹൃദമുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ക്യാൻവാസിലൊരു സിനിമ ഇപ്പോഴും ആലോചിക്കുന്നു. സിനിമയ്ക്ക് ശേഷം ഇതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതിന് ശേഷം ആലോചിക്കും. എനിക്ക് ലാലേട്ടനായിട്ട് നല്ല ബന്ധമാണ്, നിങ്ങൾ ഒരുമിച്ച് കാസിനോവയും ഇവിടെ സ്വർഗമാണ്, നല്ല ബന്ധമാണ്. പക്ഷെ അതുമാതിരി ഒരു സബ്ജക്റ്റ് കിട്ടണം, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഇപ്പം ഞാൻ എറിക്കിലിപ്പോൾ ഞാനൊരു പുതിയ ആൾക്കാരെ വെച്ച് പോകാൻ കാരണം പുതിയല്ല, ഹേമന്ത് മേനോനുണ്ട്, പ്രവീണുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കഥ അങ്ങനെയാണ് കൂടുതലും. കഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവരാണ് ഇപ്പം ഞാൻ 1-2 ഇവിടെയുള്ള ഹീറോയിൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്തു. അവരുടെ ഡേറ്റുകളുടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റുകളിൽ വിസ പ്രോസസ്സിങ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് ഞാൻ പിന്നെ കുറച്ചും കൂടിയും ഈ സിനിമയ്ക്ക് എൻ്റെ ഉള്ളിൽ തോന്നി ഇതിന് പുറത്ത് തമിഴ്, തെലുങ്ക്, ഹിന്ദി അവരൊക്കെ ഇതിന് സാധ്യതകളുണ്ട്, ഹൊറർ ജോണർ ആയതുകൊണ്ട്, പിന്നെ ലണ്ടൻ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഹീറോയിനെ കാസ്റ്റ് ചെയ്ത്. പിന്നെ ഒരു പ്രേതമാണ്. അപ്പോൾ പ്രേതം നമ്മൾ
വിഷ്വലി ഇങ്ങനെ വരുന്നൊരു സാധനം. ഇതാണ് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ബാക്കിയൊക്കെ. അതുകൊണ്ട് ഇവരൊക്കെ കാസ്റ്റ് ചെയ്തു. പക്ഷേ ഈ പറയുന്ന ഈ ലാലേട്ടൻ മാമയ്ക്ക് വെച്ചിട്ടൊക്കെ ഇപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടല്ലോ അവരൊക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആർക്കും ആഗ്രഹമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് രസകരങ്ങളിൽ അന്ന് ഇവർ സുഹൃത്തുക്കളെ ഇവരുടെയൊക്കെ മക്കളെ ഇപ്പൊ ജനറേഷനിലെ ഫാസിൽ സാറിന്റെ മകൻ ഫഹദ് ഉൾപ്പെടെയുള്ള ഒരു കീർത്തി സുരേഷ്, ഒരു കല്യാണി, പ്രോപ്പർ സബ്ജക്റ്റും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ എറിക്ക് നമുക്ക് ഇപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു സാറിന് ഇതുവരെ ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്താണ് ഓഡിയൻസിനോട് ശങ്കർ എന്ന് പറയുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എവർഗ്രീൻ സ്റ്റാറിൻ്റെ അടുത്തുനിന്ന് എറിക്ക് അല്ല, ഞാൻ പറയുന്ന എറിക്ക് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ബിക്കോസ് ഇത് കുറച്ചും കൂടി വൈറ്റ് ക്യാൻവാസിൽ വരുന്നൊരു സിനിമയായതുകൊണ്ട് തിയേറ്ററിലായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതൽ വരുന്നത്. തിയേറ്ററിൽ പോയി കാണുക. ബിക്കോസ് നിങ്ങളെമാതിരി ഫാൻസ് അല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുമ്പോഴാണ് നമുക്കെല്ലാം അതിലൂടെ ഒരു പുതിയ ലൈഫ് ഉണ്ടാകുന്നതും. ഒരു സക്സസ് ആണല്ലോ ഏറ്റവും വലുത്. അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും വലിയൊരു സിനിമയും കൂടി എന്താ പറയുക, ഇനി അങ്ങോട്ട് ഒരുപാട് സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഇരിക്കില്ല, സിനിമയിൽ തന്നെ ഈ പറഞ്ഞ പോലെ നിലനിൽക്കും, സിനിമയിൽ തന്നെ സഞ്ചരിച്ചോട്ട് പോകും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ്.